നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. വെള്ളക്കാട് ഉടമകൾക്ക് പ്രതിമാസം 10 കിലോ അരിയെങ്കിലും നൽകണമെന്ന് AKRRDA സംസ്ഥാന പ്രസിഡന്റും മുൻ MLAയുമായ അഡ്വക്കേറ്റ് ജോണി നെല്ലൂർ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാരിന് കേരളത്തെ പൂർണ്ണമായും അവഗണിക്കുന്ന സമീപനമാണെന്നും മുൻ വർഷങ്ങളിൽ നിന്നും മാറ്റമില്ലാതെയാണ് ഇത്തവണത്തെയും കേന്ദ്ര ബജറ്റെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇടുക്കി കഞ്ഞിക്കുഴിയിലെ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ മുടങ്ങിക്കിടക്കുന്ന കിടത്തി ചികിത്സ ഫെബ്രുവരി 15 മുതൽ പുനരാരംഭിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ അറിയിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ശുചീകരണ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളോട് പിണറായി സർക്കാർ കാട്ടുന്ന വിവേചനം അവസാനിപ്പിക്കണമെന്ന് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അശോകൻ. തീർത്ഥാടന കേന്ദ്രമായ കാളിയാർ സെന്റ് റീത്താസ് ഫൊറോന പള്ളിയിൽ ഇടവക മധ്യസ്ഥയായ വിശുദ്ധ റീത്തായുടെയും ധീരരക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിന് കൊടിയേറി. ഫെബ്രുവരി 8 വരെയാണ് തിരുനാൾ ആഘോഷം നടക്കുന്നത്. വാർത്തകൾ വിശദമായി. വെള്ളക്കാട് ഉടമകൾക്ക് പ്രതിമാസം 10 കിലോ അരിയെങ്കിലും നൽകണമെന്ന് AKRRDA സംസ്ഥാന പ്രസിഡന്റും മുൻ MLAയുമായ അഡ്വക്കേറ്റ് ജോണി നെല്ലൂർ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കേരളത്തിൽ സാങ്കേതികമായ ചില കാരണങ്ങൾ കൊണ്ട് ഭക്ഷ്യഭദ്രതാ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ദരിദ്ര കുടുംബങ്ങളുണ്ട്. അവരുടെ പട്ടിണിയെ വിസ്മരിച്ച് 52 ലക്ഷം ടൺ അരി പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കാൻ എഥനോൾ നിർമ്മാണത്തിന് വിനിയോഗിക്കുന്നത് അനീതിയാണെന്നും അദ്ദേഹം ആരോപിച്ചു. 2 മാസങ്ങളായി മുൻഗണനേതര വിഭാഗമായ NPNS വെള്ളക്കാടുകാർക്ക് 2 കിലോഗ്രാം അരിയാണ് പ്രതിമാസങ്ങളിൽ നൽകി വരുന്നതെന്ന് അഡ്വക്കേറ്റ് ജോണി നെല്ലൂർ പറഞ്ഞു. ഇത് 10 കിലോഗ്രാമായി ഉയർത്തണം. രാജ്യത്തെ നെല്ല് സംഭരണം സർവകാല റെക്കോർഡിലേക്ക് ഉയരുന്നു. ഒരു വർഷം റേഷൻ നൽകുന്നതിന് 410 ലക്ഷം ടൺ അരിയാണ് FCI സംഭരണശാലകളിലൂടെ കേന്ദ്രവിഹിതമായി നൽകുന്നത്. ഈ വർഷം ജനുവരി മാസം പകുതിയോടെ 679.32 ലക്ഷം ടണ്ണായി ഉയർന്നിരിക്കുന്നതുകൊണ്ട് ഭക്ഷ്യക്കമ്മി സംസ്ഥാനമായ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ മുൻഗണനേതര വിഭാഗമായ വെള്ള നീല കാർഡുകാർക്ക് റേഷൻ നൽകുന്നതിന് അഡീഷണൽ വിഹിതമായി ടൈഡ് ഓവർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സബ്സിഡി നിരക്കിൽ അനുവദിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 2 മാസമായി സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ APL അതായത് വെള്ള കാർഡ് ഉടമകൾക്ക് 2 കിലോ അരിയാണ് കൊടുക്കുന്നത്. ഒരു കുടുംബത്തിന് 2 കിലോ അരി കിട്ടിയാൽ എന്താണ് സ്ഥിതി എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഗോഡൌണുകളിൽ ടണ്ണ് കണക്കിന് അരി കെട്ടിക്കിടക്കുന്നു എന്ന വാർത്ത നിങ്ങൾ തന്നെ കൊടുക്കുന്നുണ്ട്. ഈ അരി കെട്ടിക്കിടക്കുമ്പോൾ ഈ റേഷൻ കടകളിലൂടെ ഏറ്റവും ചുരുങ്ങിയ ഒരു 10 കിലോ അരി റേഷൻ കടകളിലൂടെ APL കാർഡ് ഉടമകൾക്ക് കൊടുക്കണം എന്നൊരാവശ്യം ഞങ്ങൾ ഉന്നയിക്കുക. സത്യത്തിൽ ഞങ്ങളല്ല ഇത് ഉന്നയിക്കേണ്ടത്. കേരളത്തിലെ ഗവൺമെന്റും കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒക്കെയാണ് ഉന്നയിക്കേണ്ടത്. ഗവൺമെന്റ് ഉന്നയിക്കുന്നുണ്ട് എന്നാണ് അവര് അറിയാൻ കഴിഞ്ഞത്. കേരളത്തിലെ 29 MPമാർക്കും ഞങ്ങൾ ഈ ആവശ്യം ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് കത്ത് കൊടുത്തു. കേന്ദ്ര ഗവൺമെന്റ് ഞങ്ങൾ നേരിട്ട് പോയി കത്ത് കൊടുത്തു. ഒരു കാര്യം നിങ്ങൾക്കറിയാം, 57% ആളുകൾ രാജ്യത്തെ നമ്മുടെ കേരളത്തിൽ റേഷൻ വിഹിതത്തിന് പുറത്താണ്. ഭക്ഷ്യസുരക്ഷാ നിയമം അനുസരിച്ച് 43% ആളുകൾക്ക് മാത്രമേ നമ്മുടെ സംസ്ഥാനത്ത് റേഷൻ അർഹതയുള്ളൂ. അതായത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളുകൾ. അത് 43%. 57% ആളുകൾ അതിന് വെളിയിലാണ്. നിരന്തരമായി ആ കാലം മുതൽ പറയുന്നതാണ് ഈ 57% ആളുകൾക്ക് 10 കിലോ അരിയെങ്കിലും വില കൂട്ടി വാങ്ങിച്ചോട്ടെ. ഇന്ന് കൊടുക്കുന്ന 10 രൂപ 90 പൈസയുടെ സ്ഥാനത്ത് 15 20 ആകട്ടെ, ഒരു 10 കിലോ അരിയെങ്കിലും വെള്ളക്കാടുകൾക്ക് കൊടുക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് വെറുതെ അല്ല. ഈ സംസ്ഥാനത്തെ വിലക്കയറ്റം നിയന്ത്രിക്കുവാൻ അതൊരാവശ്യമാണ്.
കേരളത്തിൽ സാങ്കേതികമായുള്ള ചില കാരണങ്ങൾ കൊണ്ട് ഭക്ഷ്യഭദ്രതാ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ധാരാളം ദരിദ്ര കുടുംബങ്ങളുണ്ട്. ഇവരുടെ പട്ടിണിയും വിശപ്പും വിസ്മരിച്ചുകൊണ്ട് 52 ലക്ഷം ടൺ അരി പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കാൻ എഥനോൾ നിർമ്മാണത്തിന് വിനിയോഗിക്കുന്നത് അനീതിയാണെന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ AKRRDA സംഘടനയിലെ പരസ്പരം സഹായങ്ങൾ ചെയ്യാൻ താൽപ്പര്യമുള്ളവരെ മാത്രം പങ്കാളികളാക്കിയാണ് സംസ്ഥാന തലത്തിൽ കാരുണ്യസ്പർശം സംഭാവനാ പദ്ധതി ജനുവരി 15 മുതൽ ആശ്വാസ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത്. ഈ മാസത്തിൽ തന്നെ 5 ലക്ഷം രൂപ വീതം 2 മരണാനന്തര കുടുംബങ്ങൾക്ക് സഹായങ്ങൾ നൽകാനുള്ള ഒരുക്കങ്ങളും പൂർത്തീകരിച്ചു. കൂടാതെ ഗുരുതരമായ അസുഖങ്ങൾ ബാധിച്ച രോഗികൾ, വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ, വിവാഹ സഹായങ്ങൾ തുടങ്ങിയ ക്ഷേമ പദ്ധതികൾക്കും സാമ്പത്തിക സഹായവും ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ക്ഷേമനിധിയിൽ സർക്കാർ പങ്കാളിത്തം ഉറപ്പാക്കുക, ക്ഷേമനിധി ബോർഡ് ശുപാർശ ചെയ്ത സെസ് പിരിക്കുക, മുടങ്ങിക്കിടക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഫണ്ട് അനുവദിക്കുക എന്നീ ആവശ്യങ്ങളും സർക്കാരിന് മുന്നിൽ അനുകൂലമായ നടപടികൾ ഉണ്ടാവുമെന്ന പ്രതീക്ഷയോടെ സമർപ്പിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ AKRRDA സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോണി നെല്ലൂർ XMLA, ജനറൽ സെക്രട്ടറി T മുഹമ്മദ് അലി, വർക്കിംഗ് പ്രസിഡന്റ് C മോഹനൻ പിള്ള, വൈസ് പ്രസിഡന്റ് PD പോൾ, തൊടുപുഴ താലൂക്ക് നേതാക്കളായ തോമസ് വർക്കി, ഡൊമിനിക് ML, ലവകുമാർ PS, AV ജോർജ്, SM റജി, TS കാസിം, ജയലക്ഷ്മി, ജാൻസി ജോൺ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേന്ദ്ര സർക്കാരിനെ കേരളത്തെ പൂർണ്ണമായും അവഗണിക്കുന്ന സമീപനമാണെന്നും മുൻ വർഷങ്ങളിൽ നിന്നും മാറ്റമില്ലാതെയാണ് ഇത്തവണത്തെയും കേന്ദ്ര ബജറ്റെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന LDF വടക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥ കുമ്പളയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BJPക്ക് കേരളത്തോടുള്ള പകയാണ് കേന്ദ്രം പ്രതിഫലിപ്പിക്കുന്നത്. BJPയുടെ സമീപനവും നിലപാടും അംഗീകരിക്കാനുള്ള നാടല്ല കേരളമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരുതരം സാമ്പത്തിക ഉപരോധമാണ് കേരളത്തോട് കാണിക്കുന്നത്, അർഹതപ്പെട്ടതാണ് നിഷേധിക്കുന്നത്. ഈ ജാഥ ആരംഭിക്കുന്ന ദിവസം തന്നെ കേന്ദ്ര ബജറ്റ് അവതരണം ഉണ്ടായത് നന്നായി. കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ സമീപനം എന്തെന്ന് ജനങ്ങൾക്ക് മനസ്സിലായെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര ബജറ്റിൽ അവതരിപ്പിച്ചതോടെ കേരളത്തോട് കാണിക്കുന്ന അവഗണനയെ കുറിച്ച് പൂർണ്ണ ബോധവാന്മാരായിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്തുള്ള പ്രധാന സംസ്ഥാനങ്ങളിൽ ഒന്ന് തന്നെയാണ് കേരളം. പക്ഷേ ഇന്ന് ബജറ്റിൽ കേരളത്തെ കുറിച്ചൊന്നും പറയാൻ ധനമന്ത്രിക്ക് ഉണ്ടായില്ല. പക്ഷെ ബജറ്റിന് മുൻപ് അതിന്റെ തലേ ദിവസം പാർലമെന്റ് അംഗങ്ങൾക്കെല്ലാം കൊടുക്കുന്ന എക്കണോമിക് സർവേ റിപ്പോർട്ടുണ്ട്. അതും ധനവകുപ്പിന്റെ തന്നെയാണ്. അതിൽ കേരളത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതെല്ലാം രാജ്യത്തിന്റെ പൊതുസ്ഥിതിയിൽ നിന്ന് കേരളം എങ്ങനെ വേറിട്ട് നിൽക്കും, എത്ര കണ്ട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കേരളത്തിന് കഴിഞ്ഞിരിക്കുന്നു. രാജ്യത്തിന്റെ കണ്ണിൽ കേരളം എന്ന സംസ്ഥാനം വലിയ മികവ് നേടിയിരിക്കുന്നു. ഓരോ രംഗത്തെ കുറിച്ചും ആ സർവേ റിപ്പോർട്ടിൽ കൃത്യമായി പറയാൻ കേന്ദ്ര സർക്കാർ നിർബന്ധിതമായി. പക്ഷെ അവിടെ തീർന്നു. ഇപ്പോ ഇന്ന് അവതരിപ്പിച്ച ബജറ്റിൽ കേരളത്തിന്റെ പ്രധാന ആവശ്യങ്ങളൊന്നും പരാമർശിച്ചതേയില്ല. ഇടുക്കി കഞ്ഞിക്കുഴിയിലെ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ മുടങ്ങിക്കിടക്കുന്ന കിടത്തി ചികിത്സ ഫെബ്രുവരി 15 മുതൽ പുനരാരംഭിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ഇടുക്കി ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാടിന്റെ അധ്യക്ഷതയിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന ജില്ലാ വികസന സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കിടത്തി ചികിത്സ ഉടൻ പുനരാരംഭിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസറെ ചുമതലപ്പെടുത്തിയതായും അദ്ദേഹം വ്യക്തമാക്കി.
ഇടുക്കി കഞ്ഞിക്കുഴിയിലെ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ മുടങ്ങിക്കിടക്കുന്ന കിടത്തി ചികിത്സ ഫെബ്രുവരി 15 മുതൽ പുനരാരംഭിക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ടിന്റെ അധ്യക്ഷതയിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന ജില്ലാ വികസന സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. എന്താണ് പോരായ്മ ഗവൺമെന്റ് തരത്തിലുള്ളതാണെങ്കിൽ ടേക്ക് ചെയ്യുക. എന്താണ് ഇന്നത്തെ DDC മീറ്റിംഗ് വെച്ച് ഫെബ്രുവരി 15-ാം തീയതിയോടുകൂടി കിടത്തി ചികിത്സ ആരംഭിക്കാനുള്ള തീരുമാനമെടുക്കണം. നെക്ക് എന്താണോ അത് ഗവൺമെന്റ് പരിഹരിച്ച് ഫെബ്രുവരി 15-ഓടുകൂടി കിടത്തി ചികിത്സ പുനരാരംഭിക്കണം. കഞ്ഞിക്കുഴി ഇന്നത്തെ DDCയുടെ തീരുമാനമായിട്ട് പറയുന്നത്. രണ്ടാമത്തെ വിഷയം പാൽക്കുളം മേട് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മന്ത്രിയുമായിട്ട് സംസാരിച്ചാണ്, DFOയുമായിട്ട് CCF-ആയിട്ട് സംസാരിച്ച വിഷയമാണ് പാൽക്കുളം മേട്. അപ്പോൾ അത് ടേക്കപ്പ് ചെയ്യണം. അത് ഫെബ്രുവരി മാസം 10-ാം തീയതിക്ക് മുമ്പായിട്ട് ഫോറസ്റ്റിന്റെ കൺട്രോൾ തന്നെ ഏതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ അത് തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങുള്ളൂ. അതിനെന്താണോ രൂപപ്പെടുത്തേണ്ടത് എന്റെ കാര്യം വെച്ചാൽ ഫെബ്രുവരി 10-ഓടുകൂടി പാൽക്കുളം മേടിലെ സന്ദർശകർക്ക് പങ്കെടുക്കാനുള്ള ക്രമീകരണം ഫോറസ്റ്റ് മിനിസ്റ്ററുടെ മീറ്റിംഗ് എടുത്തു. കുമളി വന്നപ്പം അദ്ദേഹം വിഷയം CCF-ആയിട്ട് സംസാരിച്ചു. ഇന്നലെ ആ മന്ത്രിയുടെ സംസാരത്തിലാണ് പോകുന്നത്. അപ്പോൾ എന്നോട് അത് ആരംഭിച്ചില്ലെന്ന് ചോദിച്ചു. അപ്പോൾ എന്ത് താല്പര്യത്വമാണെങ്കിലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ടേക്കപ്പ് ചെയ്താൽ മതി. പാൽക്കുളം മേഖലയിലുള്ള ടൂറിസ്റ്റായിട്ടുള്ള പ്രവേശനം ഫെബ്രുവരി 10-ാം തീയതിയോട് തുടങ്ങത്തക്ക രീതിയിൽ ഇന്നത്തെ DDC തീരുമാനമായിട്ട് മാറണം. കിടത്തി ചികിത്സ ഉടൻ പുനരാരംഭിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കുവാൻ ജില്ലാ മെഡിക്കൽ ഓഫീസറെ ചുമതലപ്പെടുത്തി. ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ പാൽക്കുളമേട് വ്യൂ പോയിന്റ് സന്ദർശകർക്കായി തുറന്നു നൽകുന്നതിനുള്ള നടപടി ഫെബ്രുവരി 10-ന് മുൻപായി സ്വീകരിക്കണം. കോട്ടയം DFOയെ ഇതിനാവശ്യമായ നടപടി സ്വീകരിക്കുവാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രനുമായി നടത്തിയ ചർച്ചയിൽ പാൽക്കുളമേട് വ്യൂ പോയിന്റ് തുറന്നു നൽകാൻ തീരുമാനിച്ചിരുന്നതായും മന്ത്രി പറഞ്ഞു. വിവിധ വകുപ്പുകൾ 5 വർഷത്തേക്കായി ആസൂത്രണം ചെയ്ത പദ്ധതികളുടെ അടിസ്ഥാനത്തിൽ ഫെബ്രുവരി 6-ന് വികസന സെമിനാർ നടക്കുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. ജില്ലാ വികസന സമിതിയുടെ നിർദ്ദേശപ്രകാരം രാജാക്കാട് സെക്ഷൻ പരിധിയിലുള്ള സ്കൂൾ കെട്ടിടങ്ങളുടെ മുകളിലൂടെയുള്ള അപകടകരമായ ഇലക്ട്രിക് ലൈൻ മാറ്റിയതായി KSEB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. അടുത്ത അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുൻപ് ജില്ലയിലെ എല്ലാ സ്കൂളുകളുടെയും ഫിറ്റ്നസിന്റെ അപേക്ഷ മാർച്ച് 31-ന് മുൻപായി സമർപ്പിക്കണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ പറഞ്ഞു. സമ്പൂർണ്ണ അഭിയാൻ 2.0 ആസ്പിറേഷണൽ ബ്ലോക്ക് പ്രോഗ്രാമിന്റെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ഷീല സ്റ്റീഫൻ നിർവഹിച്ചു. IT മിഷൻ നമ്മുടെ കേരളം ഏകീകൃത സേവന വിതരണ പ്ലാറ്റ്ഫോമിന്റെ സോഫ്റ്റ്വെയർ അവതരണവും ജില്ലയിലെ കുട്ടികൾക്കായുള്ള പ്രത്യേക ലഹരി വിമുക്ത ചികിത്സാ കേന്ദ്രം സ്ഥാപിക്കുന്നതിനുള്ള ചർച്ചയും യോഗത്തിൽ നടന്നു. വികസന സമിതി യോഗത്തിൽ ഇടുക്കി സബ് കളക്ടർ അനൂപ് ഗാർഗ്, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഷൈജു P. ജേക്കബ്, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ T. ജ്യോതിമോൾ, വിവിധ വകുപ്പ് മേധാവികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ശുചീകരണ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളോട് പിണറായി സർക്കാർ കാണിക്കുന്ന വിവേചനം അവസാനിപ്പിക്കണമെന്ന് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S. അശോകൻ. കേരള മുനിസിപ്പൽ കോർപ്പറേഷൻ കണ്ടിജന്റ് എംപ്ലോയീസ് കോൺഗ്രസ് INTUC-യുടെ 40ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ സ്വാഗത സംഘയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് M. മുരളി XMLA യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ശുചീകരണ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് വരുന്ന തൊഴിലാളികളോട് പിണറായി സർക്കാർ കാട്ടുന്ന വിവേചനം അവസാനിപ്പിക്കണമെന്ന് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S. അശോകൻ ആവശ്യപ്പെട്ടു. തദ്ദേശ സ്ഥാപനങ്ങളിലെ ജീവനക്കാരെ ഒരു കുടക്കീഴിലാക്കി ഏകീകരിച്ചപ്പോൾ പഞ്ചായത്തുകളിലെ ശുചീകരണ വിഭാഗം തൊഴിലാളികളെ സർക്കാർ ജീവനക്കാരായി അംഗീകരിച്ചു. എന്നാൽ മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ ജോലി ചെയ്യുന്ന 1000-ലധികം വരുന്ന തൊഴിലാളികളെ ഇന്നും സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കാത്തത് തൊഴിലാളികളുടെ വോട്ട് വാങ്ങി അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് ചേർന്ന നടപടി ല്ലെന്നും അദ്ദേഹം പറഞ്ഞു. കേരള മുനിസിപ്പൽ കോർപ്പറേഷൻ കണ്ടിജന്റ് എംപ്ലോയീസ് കോൺഗ്രസ് INTUC-യുടെ 40ാമത് സംസ്ഥാന സമ്മേളനത്തിൽ സ്വാഗത സംഘയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് ആസന്നമാകുന്നു എന്ന് അറിഞ്ഞപ്പോൾ മുതൽ വളരെ മുൻകൂട്ടി ആവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനായി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ചു. അതിന്റെ മുഖ്യമായ ചുമതല ഏൽപ്പിച്ചത് നമ്മുടെ പ്രിയങ്കരനായ ശ്രീ M. മുരളിയാണ്. ഏത് തെരഞ്ഞെടുപ്പും എപ്പോഴും ഏറ്റവും ഗുണകരമായ മാറ്റങ്ങൾക്ക് കാരണമാകാൻ കഴിയുന്നത് തയ്യാറെടുപ്പ്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം നടന്ന ഒരു പ്രാരംഭ പ്രവർത്തനം, ആ പ്രവർത്തനങ്ങളാണ് ഈ പ്രാവശ്യത്തെ ലോക്കൽ ബോഡി ഇലക്ഷനിലെ UDF-ന്റെ അത്യുജ്വലമായ വിജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമെന്ന് ഏറെ സന്തോഷത്തോടെ നന്ദിയോടെ ഞാൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ഈ അവസരത്തിൽ
സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് എം മുരളി XMLA യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സംഘടനയുടെ പേര് കേരള മുനിസിപ്പൽ കോർപ്പറേഷൻ കണ്ടീജൻസി എംപ്ലോയീസ് യൂണിയൻ എന്നാക്കി മാറ്റുകയുണ്ടായി. അങ്ങനെ പേര് മാറ്റാനുള്ളൊരു കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഈ ശുചീകരണ തൊഴിലാളികളെ മുനിസിപ്പൽ കോമൺ സർവീസിന്റെ ഭാഗമാക്കി മാറ്റി സർക്കാർ ജീവനക്കാരാക്കി മാറ്റണം എന്നുള്ള ആവശ്യമാണ് ഈ സംഘടന ഉന്നയിച്ചത്. ഈ ആവശ്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. യോഗത്തിൽ KMCCEC സംസ്ഥാന ജനറൽ സെക്രട്ടറി PN രമേശൻ, KPCC സെക്രട്ടറി തോമസ് രാജൻ, ഇടുക്കി DCC നേതാക്കളായ NI ബെന്നി, ജോൺ നെടിയപാല, കരിമണ്ണൂർ ബ്ലോക്ക് പ്രസിഡന്റ് രാജു ഓടക്കൽ, കോൺഗ്രസ് മുനിസിപ്പൽ മണ്ഡലം പ്രസിഡന്റ് MH സജീവ്, തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അൻഷാദ്, തൊടുപുഴ മുനിസിപ്പൽ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ K ദീപക്, INTUC തൊടുപുഴ റീജിയണൽ പ്രസിഡന്റ് MK ഷാഹുൽ ഹമീദ്, സന്തോഷ് അമ്പിളി വിലാസം, കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ടോമി പാലക്കൽ, NGO അസോസിയേഷൻ ഇടുക്കി ജില്ലാ സെക്രട്ടറി CS ഷമീർ, സംഘടനയുടെ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജാഫർ ഖാൻ മുഹമ്മദ്, എറണാകുളം ജില്ലാ പ്രസിഡന്റ് രാജകുമാർ D, സംസ്ഥാന സെക്രട്ടറി സേവ്യർ KO മോഹനൻ, ജയകുമാർ KS എന്നിവർ സംസാരിച്ചു. INTUC ഇടുക്കി ജില്ലാ പ്രസിഡന്റ് രാജ മാട്ടുകാരൻ ചെയർമാനായി 101 അംഗ സ്വാഗത സംഘം രൂപീകരിച്ചു. ഡീൻ കുര്യാക്കോസ് MP, DCC പ്രസിഡന്റ് CP മാത്യു, KPCC വൈസ് പ്രസിഡന്റ് റോയ് K പൗലോസ്, ജനറൽ സെക്രട്ടറിമാരായ S അശോകൻ, ഇബ്രാഹിം കുട്ടി കല്ലാർ, നിഷ സോമൻ, AICC മെമ്പർ EM ആഗസ്തി, XMLA KPCC എക്സിക്യൂട്ടീവ് മെമ്പർ AK മണി, XMLA മുൻ DCC പ്രസിഡന്റ് ജോയി തോമസ്, കട്ടപ്പന മുനിസിപ്പൽ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, തൊടുപുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ സാബ്ര ജലീൽ, KPCC ഭാരവാഹികളായ തോമസ് രാജൻ, MN ഗോപി, AP ഉസ്മാൻ, MK പുരുഷോത്തമൻ, G മുനിയാണ്ടി, സിറിയക് തോമസ്, PR അയ്യപ്പൻ, D കുമാർ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ ഷിബിലി സാഹിബ്, രാജു ഓടക്കൽ, ജോൺ നെടിയപാല എന്നിവരാണ് രക്ഷാധികാരികൾ. 2026 മാർച്ച് 21-22 തീയതികളിൽ തൊടുപുഴയിലാണ് സമ്മേളനം നടക്കുക. സംസ്ഥാന സമ്മേളനത്തിന്റെ സ്വാഗത സംഘം ഓഫീസ് INTUC തൊടുപുഴ റീജിയണൽ ഓഫീസിൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് സംഘാടക സമിതി ജനറൽ കൺവീനർ ജാഫർ ഖാൻ മുഹമ്മദ് അറിയിച്ചു. LDF ഇടുക്കിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു. SIR ന്യൂനതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം നടത്തിയത്. LDF ഇടുക്കി ജില്ലാ കമ്മിറ്റി കൺവീനർ K സലീംകുമാർ മാർച്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജോസ് പാലത്തിനാൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വ്യാപകമായി LDF സംഘടിപ്പിക്കുന്ന സമരപരിപാടിയുടെ ഭാഗമായി ഇടുക്കിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസ് മാർച്ച് നടത്തി. വിവിധ മേഖലകളിൽ നിന്നെത്തിയ പ്രവർത്തകർ പങ്കെടുത്ത മാർച്ച് പ്രതിഷേധ യോഗമായി മാറി. LDF ഇടുക്കി ജില്ലാ കമ്മിറ്റി കൺവീനർ K സലീംകുമാർ മാർച്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. BJPക്ക് താല്പര്യമില്ലാത്ത ജനസമൂഹത്തെ ഇതിന്റെ മറവിൽ നീക്കം ചെയ്തുകൊണ്ടുള്ള പുതിയ ഒരു രജിസ്റ്റർ തയ്യാറാക്കിക്കൊണ്ടുള്ള പുതിയ തെരഞ്ഞെടുപ്പ് ID കാർഡ് കൊടുക്കാനേ ഇപ്പൊ തീരുമാനിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ വരാൻ പോകുന്ന 22-ാം തീയതി പ്രസിദ്ധീകരിക്കാൻ പോകുന്ന വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിൽ പുതിയ തെരഞ്ഞെടുപ്പ് കാർഡ് കൊടുക്കാൻ തീരുമാനിച്ചാൽ നമ്മുടെ കേരള സംസ്ഥാനത്തിൽ പോലും 50 ലക്ഷത്തിലധികം ആളുകളുടെ വോട്ടവകാശമാണ് നിഷേധിക്കാൻ പോകുന്നതെന്നും വോട്ടർ പട്ടികയിൽ പോലും പേരില്ലാത്തവരായി മാറാൻ പോകുന്നത് എന്ന അപകടകരമായ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ജോസ് പാലത്തിനാൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നേതാക്കളായ റോമിയ സെബാസ്റ്റ്യൻ, ജോസ് കുഴികണ്ടം, NK പ്രിയൻ, അനിൽ കൂവപ്ലാക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ ഇടുക്കി. തീർത്ഥാടന കേന്ദ്രമായ കാളിയാർ സെന്റ് റീത്തസ് ഫൊറോന പള്ളിയിൽ ഇടവക മധ്യസ്ഥയായ വിശുദ്ധ റീത്തായുടെയും ധീരരക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനസിന്റെയും സംയുക്ത തിരുനാൾ ഫെബ്രുവരി 8 വരെ ഭക്തിയാദരപൂർവ്വം ആഘോഷിക്കും. നാനാജാതി മതസ്ഥർ ജാതിമത ഭേദമന്യേ വിശ്വാസപൂർവ്വം പങ്കെടുക്കുന്ന ഈ തിരുനാളിലും തിരുക്കർമ്മങ്ങളിലും പങ്കുചേർന്ന് ദൈവകൃപ പ്രാപിക്കാൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നതായി വികാരി ഫാദർ ജോസഫ് മുണ്ടുനടയിൽ അറിയിച്ചു. തീർത്ഥാടന കേന്ദ്രമായ കാളിയാർ സെന്റ് റീത്താസ് ഫൊറോന പള്ളിയിൽ ഇടവക മധ്യസ്ഥയും അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥയുമായ വിശുദ്ധ റീത്തായുടെയും ധീരരക്തസാക്ഷിയായ വിശുദ്ധ സെബാസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ 2026 ജനുവരി 30 മുതൽ ഫെബ്രുവരി 8 വരെയുള്ള തീയതികളിൽ ഭക്തിയാദരപൂർവ്വം നടത്തപ്പെടുന്നു. തിരുനാളിന് മുന്നോടിയായുള്ള നൊവേന ജനുവരി 30 ആരംഭിച്ചു. പ്രധാന തിരുനാൾ ദിവസങ്ങളായ ഫെബ്രുവരി 6 വെള്ളിയാഴ്ച രാവിലെ 6 മണിക്കും 7 മണിക്കും വിശുദ്ധ കുർബാന നൊവേന, 4:30 ജപമാല, തുടർന്ന് കൊടിയേറ്റിലെതിഞ്ഞ് തിരുസ്വരൂപ പ്രതിഷ്ഠ വികാരി ഫാദർ ജോസഫ് മുണ്ടുനടയിൽ നിർവഹിക്കും. 5 മണിക്ക് വിശുദ്ധ കുർബാന സന്ദേശം നൊവേന ഫാദർ ലിറ്റോ ചെറുവള്ളിൽ നയിക്കും. 7/2/2026 ശനിയാഴ്ച രാവിലെ 6 മണിക്കും 7 മണിക്കും 10 മണിക്കും വിശുദ്ധ കുർബാന നൊവേന, 4 മണിക്ക്
നൊവേന വിശുദ്ധ കുർബാന ലതീഞ്ഞ് ഫാദർ ജോസഫ് വെട്ടിക്കുഴിച്ചാലിൽ നയിക്കും. സന്ദേശം ഫാദർ ജോസഫ് കൊച്ചുപറമ്പിൽ. തുടർന്ന് സെന്റ് മദർ തെരേസ കപ്പേളയിലേക്ക് പ്രദക്ഷിണം. ആശീർവാദം, ആകാശവിസ്മയം, ബാൻഡ്, ചെണ്ടമേളങ്ങൾ. ഫെബ്രുവരി 8 ഞായർ രാവിലെ 5:45 7:30 10 മണിക്കും 11:30 വിശുദ്ധ കുർബാന നൊവേന. 4 മണിക്ക് നൊവേന റാസ കുർബാന. സന്ദേശം ഫാദർ ജോൺസൺ ഉറവപ്ലക്കൽ. സഹകാർമ്മികർ ഫാദർ ആന്റണി മുട്ടത്തുകുടിയിൽ, ഫാദർ ജോർജ് പള്ളിക്കുന്നിൽ. തുടർന്ന് പ്രദക്ഷിണം സെന്റ് ജൂഡ് കപ്പേളയിലേക്ക്. ആശീർവാദം, വാദ്യമേളങ്ങൾ, നാടകം. 13/2/2026 വെള്ളിയാഴ്ച സകല മരിച്ചവരുടെയും തിരുനാളും 15/2/2026 ഞായർ 8-ാം ഇടവും ആചരിക്കും. തിരുനാൾ ദിവസങ്ങളിൽ കുമ്പസാരിക്കുന്നതിനും അമ്പ് മൂടി എഴുന്നള്ളിക്കുന്നതിനും നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുന്നതിനും മുട്ടിന്മേൽ നീന്തുന്നതിനുമുള്ള ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. തിരുനാളിലും തിരുക്കർമ്മങ്ങളിലും പങ്കുചേർന്ന് ദൈവകൃപ പ്രാപിപ്പിൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നതായി ഫാദർ ജോസഫ് മുണ്ടനടിയിൽ, സഹവികാരി ഫാദർ സിറിയക് മഞ്ഞക്കടമ്പിൽ, കൈക്കാരന്മാരായ തങ്കച്ചൻ മേട്ടുംപുറത്ത്, ജേക്കബ് എട്ടുതൊട്ടിയിൽ, ടോംസി മുതുപ്പുറത്ത് എന്നിവർ അറിയിച്ചു. പ്രധാന തിരുനാൾ ദിവസത്തെ തിരുക്കർമ്മങ്ങൾ BBC ന്യൂസ് തത്സമയം സംപ്രേഷണം ചെയ്യുന്നതാണ്. കാളിയാർ സെന്റ് റീത്താസ് ഫൊറോന പള്ളിയിൽ ഇടവക മധ്യസ്ഥയായ വിശുദ്ധ റീത്ത പുണ്യവതിയുടെയും ധീര രക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും തിരുനാൾ സംയുക്തമായിട്ട് ഫെബ്രുവരി മാസം 6, 7 തീയതികളിൽ ആഘോഷിക്കുകയാണ്. 6-ാം തീയതി കൊടികയറി വൈകുന്നേരം 5 മണിക്ക് വിശുദ്ധ ബലിയും നൊവേനയും ഉണ്ടായിരിക്കും. 7-ാം തീയതി രാവിലെ 6-നും 7-നും 9-നും വിശുദ്ധ കുർബാനയുണ്ടാകും. തുടർന്ന് വൈകുന്നേരം ആഘോഷമായ തിരുനാൾ കുർബാന. അതിനുശേഷം ടൗൺ ചുറ്റി പ്രദക്ഷിണവും 8:30 ആകുമ്പോൾ പള്ളിയിൽ തിരിച്ചെത്തി വാദ്യമേളങ്ങളും ആകാശവിസ്മയവും ഉണ്ടാകും. ഞായറാഴ്ച വെളുപ്പിനെ 5:45-നും 7:15-നും 9 മണിക്കും 11 മണിക്കും വിശുദ്ധ കുർബാനയുണ്ടാകും. വൈകുന്നേരം 4:30-ക്ക് ആഘോഷമായ റാസ കുർബാനയും തിരുനാൾ സന്ദേശവും ഉണ്ടാകും. അതിനെ തുടർന്ന് ടൗൺ ചുറ്റി പ്രദക്ഷിണവും പ്രദക്ഷിണത്തിൻ്റെ അവസാനം വാദ്യമേളങ്ങളുടെ ആഘോഷവും. തുടർന്ന് 9 മണിക്ക് ഉത്തമൻ്റെ സങ്കീർത്തനമെന്ന നാടകവും ഉണ്ടാകും. ഈ തിരുനാളിലേക്കും അതുപോലെ തന്നെ ഈ തിരുനാളിൽ സംബന്ധിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനായിട്ട് എല്ലാ നാനാജാതി മതസ്ഥരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ആരോഗ്യം നിലനിർത്തുവാനും വർദ്ധിപ്പിക്കുവാനും ആരോഗ്യമുള്ള ഒരു ജീവിതം പടുത്തുയർത്തുവാനും തൊടുപുഴയിൽ ഒരു ആരോഗ്യ ക്ലബ്ബ് പ്രവർത്തനം ആരംഭിച്ചു. ഹെർബ ലൈഫ് ഫിറ്റ് ക്ലബ്ബ് എന്ന പേരിൽ തൊടുപുഴ പോലീസ് സ്റ്റേഷന് സമീപമുള്ള കെട്ടിടത്തിലാണ് ആരോഗ്യ ക്ലബ്ബ് പ്രവർത്തനം ആരംഭിച്ചത്. ഇന്റർനാഷണൽ ലൈഫ് സ്റ്റൈൽ കോച്ച് ദമ്പതികളായ ഷിയാസ്, ബബിത പെരുമ്പാവൂർ ടീം വെൽനസ് ക്ലബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്ത് ആരോഗ്യമാണ്. ആരോഗ്യം നിലനിർത്തുവാനും വർദ്ധിപ്പിക്കാനും ആരോഗ്യമുള്ള ഒരു ജീവിതം പടുത്തുയർത്തുവാനും തൊടുപുഴയിൽ ഒരു ആരോഗ്യ ക്ലബ്ബ് പ്രവർത്തനം ആരംഭിച്ചു. ഹെർബ ലൈഫ് ഫിറ്റ് ക്ലബ്ബ് എന്ന പേരിൽ തൊടുപുഴ പോലീസ് സ്റ്റേഷന് സമീപമുള്ള കെട്ടിടത്തിൽ എല്ലാവർക്കും ആരോഗ്യം സംരക്ഷിക്കാൻ ഉതകുന്ന ഒരു ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഇന്റർനാഷണൽ ലൈഫ് സ്റ്റൈൽ കോച്ച് ദമ്പതികളായ ഷിജാദ്, ബബിത പെരുമ്പാവൂർ ടീം വെൽനസ് ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ വേറെ ആൾക്ക് ബാധ്യതയായിട്ട് മാറരുത്. ആരോഗ്യമില്ലാതെ ഒരാളുടെ കയ്യിൽ മുമ്പിൽ എടുത്ത അവസ്ഥ വരരുത്. നമുക്ക് എന്തിനായിരുന്നു നമുക്ക് നമ്മുടെ ദൈവം സൃഷ്ടിച്ച നല്ല ആരോഗ്യത്തോടെയല്ലേ. പിന്നെ നമ്മളായിട്ട് കളയുന്നതാണ് അല്ലെ. ആരും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നല്ല ആരോഗ്യത്തോടെ നമുക്ക് ഹാൻഡിക്യാപ്ഡായിട്ടല്ല, ബുദ്ധിമുട്ടില്ലാതെ നല്ല സ്ഥലത്തോടു കൂടി എല്ലാ കാര്യങ്ങളും എത്തിച്ചു. പക്ഷെ അതിനുശേഷം നമ്മൾ അങ്ങനെ ചെയ്യാൻ ആരെ കുഴപ്പം? നമ്മുടെ കുഴപ്പം. ബബിത ഷിയാജ് മുഖ്യപ്രഭാഷണം നടത്തി. ഇന്റർനാഷണൽ ലൈഫ് സ്റ്റൈൽ ഡയറ്റീഷ്യൻ ലിതീഷ് ക്ലാസ് നയിച്ചു. പ്രമുഖ വെൽനസ് കോച്ചുമാരായ ജിൻഡോ കെ തോമസ്, സരിത ടീമിന്റെ നേതൃത്വത്തിലാണ് തൊടുപുഴയിൽ ക്ലബ്ബ് പ്രവർത്തിക്കുന്നത്. കുടവയർ കുറയ്ക്കാൻ, അമിതവണ്ണം കുറയ്ക്കാൻ, ജീവിതശൈലി രോഗങ്ങൾ വരാതിരിക്കാൻ, മനസ്സിനും ശരീരത്തിനും സന്തോഷവും ഉന്മേഷവും സമാധാനവും കൈവരാൻ ന്യൂട്രീഷൻസ്, പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കണമെന്ന് ലതീഷ് ക്ലാസ്സിൽ പറഞ്ഞു. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്നതിനും ഉറങ്ങുന്നതും ധാരാളം വെള്ളം കുടിക്കുന്നതും നല്ല ആരോഗ്യമുണ്ടാകാൻ സഹായിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കൃത്യതയാർന്ന നേത്ര സംരക്ഷണം എന്ന ആശയം ഇടുക്കി ജില്ലയ്ക്ക് സുപരിചിതമാക്കുകയും 1.5 പതിറ്റാണ്ട് മുൻപ് പ്രവർത്തനം ആരംഭിച്ച് ഇന്ന് മധ്യ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രമുഖമായ നേത്ര സംരക്ഷണ ശൃംഖലയായി മാറുകയും ചെയ്ത
ഫാത്തിമ ഐ കെയർ ഗ്രൂപ്പിന്റെ തൊടുപുഴയിലെ ഫാത്തിമ ഐ കെയർ ഹോസ്പിറ്റൽ നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. ഫാത്തിമ ഐ കെയർ ഗ്രൂപ്പ് MD-യുടെ മാതാവും റിട്ടയർഡ് ഗസറ്റഡ് ഓഫീസറുമായ സുബേദ PN ഉദ്ഘാടനം നിർവഹിച്ചു. കൃത്യതയാർന്ന നേത്ര സംരക്ഷണം എന്ന ആശയം ഇടുക്കി ജില്ലയ്ക്ക് സുപരിചിതമാക്കുകയും 1.5 പതിറ്റാണ്ട് മുൻപ് പ്രവർത്തനം ആരംഭിച്ച് ഇന്ന് മധ്യ കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ നേത്ര സംരക്ഷണ ശൃംഖലയായി മാറുകയും ചെയ്ത ഫാത്തിമ ഐ കെയർ ഗ്രൂപ്പിന്റെ തൊടുപുഴയിലെ ഫാത്തിമ ഐ കെയർ ഹോസ്പിറ്റൽ നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. കൂടുതൽ സൗകര്യപ്രദമായ രീതിയിൽ സേവനം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫാത്തിമ ഐ കെയർ ഹോസ്പിറ്റൽ നവീകരിച്ചത്. തൊടുപുഴ ഇടുക്കി റോഡിൽ പുളിമൂട്ടിൽ സിറ്റി സ്ക്വയറിൽ ആരംഭിച്ച ഫാത്തിമ ഐ കെയർ ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടനം MD-യുടെ മാതാവും റിട്ടയർഡ് ഗസറ്റഡ് ഓഫീസറുമായ PN സുബേദ നിർവഹിച്ചു. ഹൈടെക് തിമിര ശസ്ത്രക്രിയ വിഭാഗം, ഡയബറ്റിക് റെറ്റിനോപ്പതി വിഭാഗം, ഗ്ലോക്കോമ വിഭാഗം, മോഡേൺ ഒപ്റ്റിക്കൽ വിഭാഗം തുടങ്ങി നേത്രത്തെ ബാധിക്കുന്ന രോഗം കണ്ടുപിടിക്കാൻ എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിരിക്കുന്നു. കണ്ണിനുള്ളിൽ കുത്തിവെപ്പോ തുന്നലോ വേദനയോ കിടത്തി ചികിത്സയോ ആവശ്യമില്ലാത്ത അത്യാധുനിക തിമിര ശസ്ത്രക്രിയ, അമേരിക്കൻ നിർമ്മിത മെഷീൻസ് ഉപയോഗിച്ചുള്ള സുരക്ഷിതമായ ശസ്ത്രക്രിയ, സ്വദേശ വിദേശ ലെൻസുകൾ ഉപയോഗിച്ച് പൂർണ്ണമായ കാഴ്ച വീണ്ടെടുക്കുന്നു. ഏത് രോഗമുള്ളവർക്കും മരുന്നുകൾ നിർത്താതെ ചെയ്യുവാൻ സാധിക്കുന്ന സർജറി, മൾട്ടിഫോക്കൽ ട്രൈഫോക്കൽ ലെൻസുകൾ ഉപയോഗിച്ച് കണ്ണട ഒഴിവാക്കാൻ സാധിക്കുന്നു. പ്രമേഹ രോഗികളുടെ കാഴ്ചയെ കാർന്നെടുക്കുന്ന ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന രോഗത്തിനുള്ള ചികിത്സകൾ, വിദേശ നിർമ്മിത സ്കാനിംഗ് മെഷീനുകളുടെ സഹായത്തോടെ കൃത്യതയാർന്ന രോഗനിർണയം, കണ്ണിനുള്ളിലെ രക്തസ്രാവം, നീർക്കെട്ടുകൾ എന്നിവ കുറയ്ക്കാനുള്ള ഇഞ്ചക്ഷനുകൾ, കാഴ്ചയുടെ നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്ന ഗ്ലോക്കോമയ്ക്കുള്ള ചികിത്സകൾ, കണ്ണിലെ മർദ്ദം നിർണ്ണയിക്കുന്നതിനായുള്ള വിദേശ നിർമ്മിത മെഷീൻസ്, ഫീൽഡ് ഓഫ് വിഷൻ കണ്ടുപിടിക്കുന്നതിനായുള്ള വിദേശ നിർമ്മിത മെഷീൻ, വിദേശ സ്വദേശ ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും വിപുലമായ ശേഖരം, ബ്രാൻഡഡ് ആൻഡ് നോൺ ബ്രാൻഡഡ് സൺഗ്ലാസുകൾ, കളർ കോണ്ടാക്ട് ലെൻസുകൾ, പവർ കോണ്ടാക്ട് ലെൻസുകൾ തുടങ്ങിയ സേവനങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഈ ഒരു ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഏകദേശം നമുക്ക് 6 ബ്രാഞ്ചുകൾ തുടങ്ങാൻ സാധിച്ചിട്ടുണ്ട്. പാല, ആലുവ, പെരുമ്പാവൂർ, എറണാകുളം, അതുപോലെ തന്നെ തൃശ്ശൂർ, ഇങ്ങനെ 6 ഈ ബ്രാഞ്ചുകൾ നമ്മൾ ഓൾറെഡി നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ തൊടുപുഴയിലെ നമ്മുടെ ബ്രാഞ്ച് ഒന്ന് പുതുക്കി പണിയുന്നതിൻ്റെ ഭാഗമായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതിൻ്റെ പണികളിലായിരുന്നു. അപ്പോൾ എല്ലാം പൂർണ്ണമായും പ്രവർത്തന സജ്ജമാക്കി ഇന്ന് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിരിക്കുകയാണ്. ഈ നമ്മുടെ ഈ ഹോസ്പിറ്റലുകളിലെല്ലാം തന്നെ വിവിധങ്ങളായ ഡിപ്പാർട്ട്മെൻറ്റുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. പ്രധാനമായും തിമിരത്തിൻ്റെ വിഭാഗം, ജനറൽ ഒഫ്താൽമോളജി, അതുപോലെ തന്നെ റെറ്റിന വിഭാഗം, റെറ്റിനയുടെ ലേസറുകൾ, ഇഞ്ചക്ഷൻസ്, പീഡിയാട്രിക് ഒഫ്താൽമോളജി, അതുപോലെ തന്നെ സ്കിന്നിൻ്റെ സർജറികൾ ഒക്കെ, കോങ്കണ്ണിൻ്റെ സർജറി, അതായത് ഇതെല്ലാം നമ്മൾ അങ്ങനെ പല വിഭാഗങ്ങളായിട്ട് നമ്മുടെ ഹോസ്പിറ്റൽ വളരെ നല്ല നിലയിൽ പ്രവർത്തന സജ്ജമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ വളരെയധികം ഉണ്ടായിട്ടുണ്ട്. ഇനിയും അവരുടെ സഹായ സഹകരണങ്ങളും എല്ലാം പ്രതീക്ഷിക്കുന്നു. അവരുടെ ഒരു ഇതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ നിലയിലേക്ക് ഇതുവരെ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ എല്ലാം സഹകരണം വീണ്ടും പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. തൊടുപുഴയ്ക്ക് പുറമെ പാല, ആലുവ, പെരുമ്പാവൂർ, തോപ്പുംപടി, തൃശൂർ എന്നിവിടങ്ങളിലും ഫാത്തിമ ഐ കെയർ ഹോസ്പിറ്റലിന്റെ ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്നു.
ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇനി ഒരിടവേള. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. പട്ടിന്റെ കയ്യൊപ്പ് സിൻസ് 1924. പുളിമുട്ടിൽ സിൽക്സ്. മധ്യ കേരളത്തിലെ ഏറ്റവും വലിയ ഒപ്റ്റിക്കൽസ് ഷോറൂമിലേക്ക് സ്വാഗതം. ലെൻസസ് ആൻഡ് ഫ്രെയിംസ്. ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും വിസ്മയ കാഴ്ച നിങ്ങൾക്കായി. അത്യാധുനിക കണ്ണടകൾ, സൺഗ്ലാസുകൾ, കോൺടാക്ട് ലെൻസ് ക്ലിനിക്, ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ വിശാലമായ ശേഖരം. എല്ലാ ദിവസവും സൗജന്യ കാഴ്ച പരിശോധന. കണ്ണടകളുടെ എല്ലാവിധ സർവീസുകളും സൗജന്യമായി ലഭ്യമാണ്. കാഴ്ചയ്ക്കൊരു പുതിയ ലുക്ക്, അതും നല്ല സ്റ്റൈലൻ ലുക്ക്. ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ലെൻസസ് ആൻഡ് ഫ്രെയിംസ്, കാഞ്ഞിരമറ്റം ബൈപ്പാസ് ജംഗ്ഷൻ നിയർ ഇന്ത്യൻ ഹാർഡ്വെയർ, തൊടുപുഴ. റോയൽ ലോക്ക് ഫർണിച്ചർ ബ്രാൻഡ് ഇപ്പോൾ തൊടുപുഴയിലും. അത്യാകർഷകമായ അമേരിക്കൻ, ഇറ്റാലിയൻ, മലേഷ്യൻ ഡിസൈൻ സോഫകൾ, റിക്ലൈനർ സോഫകൾ, മാർബിൾ ഡൈനിങ് ടേബിളുകൾ, ബെഡുകൾ, ഓഫീസ് ടേബിളുകൾ എല്ലാം ഇപ്പോൾ തൊടുപുഴ കോലാനിയിലുള്ള റോയൽ ലോക്കിൽ ലഭ്യമാണ്. ആരും കൊതിക്കുന്ന ഹോം ഡെക്കറേഷൻ ഐറ്റംസ് വാങ്ങാൻ ഇനി മഹാനഗരങ്ങളിൽ പോകേണ്ട. EMI സൗകര്യവും ആർക്കും അഫോർഡ് ചെയ്യാവുന്ന ആകർഷകമായ വിലയും. നിങ്ങളുടെ ഭവനം മനോഹരമാക്കാൻ ഉടൻ സന്ദർശിക്കൂ റോയൽ ലോക്ക് കോലാനി, തൊടുപുഴ. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. ഇതിനുള്ള അവകാശം മോൾക്ക് മാത്രമാണ്. ഇതെന്താ കുഞ്ഞേ സംഭവം? ജോർജേട്ടാ, കഴിഞ്ഞ ദിവസം അവർ ഷോപ്പിൽ വന്നിരുന്നു. ഒരു കമ്മല് കൊടുക്കാനുണ്ടായിരുന്നു. മോളുടെ അപ്പയമ്മ എന്തിയേ? കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ? അത് മതി ഈ അച്ചായന്. കുഞ്ഞിന് നന്മയെ വരും. സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം അച്ചയൻസ് ഗോൾഡ്. 4 നൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കേറ്ററിംഗ്, തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ, എല്ലാത്തരം വെജ്, നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു. നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങൾ. സ്വാദിൽ ഒരൽപ്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ, പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ, വിഭവസമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ. അക്ഷയ കേറ്ററിംഗ്, തൊടുപുഴയ്ക്കൊപ്പം. ഫോൺ 9744406785. അക്ഷയ കേറ്ററിംഗ്, തൊടുപുഴ. നൂതന യന്ത്ര സംവിധാനത്തോടെയുള്ള കണ്ണുപരിശോധന. മംഗലത്ത് ഒപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. മരുന്നും ഹെൽത്ത് ചെക്കപ്പും മറ്റു ടെസ്റ്റുകളും ആശങ്കകളില്ലാതെ ഇടുക്കി ചെറുകിട വ്യവസായി സഹകരണ സംഘത്തിൽ നിന്നും. ആരോഗ്യ സേവന രംഗത്ത് പുത്തൻ ചുവടുവയ്പുമായി ഇടുക്കി ചെറുകിട വ്യവസായി സഹകരണ സംഘം നീതി സ്കാനിംഗ് സെന്റർ. ക്യാൻസർ സാധ്യതാ പഠന സൗകര്യം ഉൾപ്പെടെ എല്ലാവിധ അൾട്രാസൗണ്ട് സ്കാനിങ്ങുകൾക്കും 15% മുതൽ 20% വരെ ഡിസ്കൗണ്ട്. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തിക്കുന്ന നീതി മെഡിക്കൽ ലാബിൽ കൃത്യതയാർന്ന ടെസ്റ്റ് റിസൾട്ടുകൾ അതിനൂതന മെഷീനറികളാൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നൽകുന്നു. എല്ലാ ടെസ്റ്റുകൾക്കും 25% മുതൽ 75% വരെ ഡിസ്കൗണ്ട്. കൂടാതെ നീതി മെഡിക്കൽ സ്റ്റോർ വഴി എല്ലാ മരുന്നുകൾക്കും ജീവൻ രക്ഷാ മരുന്നുകൾ ഉൾപ്പെടെ 14% മുതൽ 70% വരെ ഡിസ്കൗണ്ട്. ഏത് സമയത്തും സുസജ്ജമായി നിൽക്കുന്ന 5G ICU NICU D ലെവൽ ആംബുലൻസ് സർവീസ്. ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മെഡിക്കൽ സപ്പോർട്ടോടുകൂടി. ആംബുലൻസ് ബുക്കിംഗിനായി വിളിക്കൂ 8301012000, 8301013000. കിടപ്പ് രോഗികളായവർക്കും ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആയി വന്നവർക്കും ആശുപത്രിയിൽ ലഭ്യമാകുന്ന എല്ലാവിധ നഴ്സിംഗ് പരിചരണവും പ്രഗത്ഭരായ നഴ്സുമാരുടെ നേതൃത്വത്തിൽ വീടുകളിൽ നൽകി ഇടുക്കി ചെറുകിട വ്യവസായി സഹകരണ സംഘം ആരംഭിച്ചിരിക്കുന്നു ഹീൽ അറ്റ് ഹോം.
സ്ഥിരമായി ഡോക്ടറുടെ കൂടിയാലോചന ആവശ്യമുള്ള വിട്ടുമാറാത്ത രോഗങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രോഗികൾ, ശസ്ത്രക്രിയാനന്തര പരിശോധനകൾക്കായി ഡോക്ടറെ സമീപിക്കേണ്ടവർ, ഭിന്നശേഷിക്കാർ, പ്രായമായവരും കൂടെ കൂട്ടാൻ ആരുമില്ലാത്തവരും തുടങ്ങി അടിയന്തരമല്ലാത്ത സാഹചര്യങ്ങളിൽ പ്രൊഫഷണലായി പരിശീലനം ലഭിച്ച നഴ്സിനോടൊപ്പം രോഗിയെ വീട്ടിൽ നിന്നും ആശുപത്രിയിൽ കൊണ്ടുപോയി തിരികെ സുരക്ഷിതമായി വീട്ടിലെത്തിക്കാൻ മെഡി ടാക്സി സംവിധാനവും, ഒപ്പം ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യയാൽ ആരംഭിച്ചിരിക്കുന്ന ഡിജിറ്റൽ എക്സ്റേ സൗകര്യം. ഇടുക്കി ചെറുകിട വ്യവസായി സഹകരണ സംഘം, ന്യൂമാൻ കോളേജിന് സമീപം, തൊടുപുഴ ഈസ്റ്റ്. ഫോൺ 04862 222290. മൊബൈൽ 8078 222290. വിലക്കുറവിന്റെ പൂരം, അതും നമ്മുടെ തൊടുപുഴയിലും. ഒലിവ് പൂരം 2026. ഈ ഓഫറിൽ വരുന്ന ആദ്യത്തെ ഐറ്റം വെറും 13,900 രൂപയ്ക്ക് ക്യൂൻ സൈസ് കോട്ടൺ മാട്രസ്. മഹാഗണി വുഡില് മാർബിൾ ടോപ്പ് ഡൈനിങ് ടേബിളും 6 ചെയറും 24,900. 5x3 സൈസിൽ വരുന്ന മാർബിൾ ടോപ്പ് ഡൈനിങ് ടേബിളും 11,900. ഈ കാണുന്ന 3 ഡോർ ബെഡ്റൂം പാക്കേജ് 26,900. ഈ കാണുന്ന പ്രീമിയം ലാമിനേറ്റഡ് ബെഡ്റൂം പാക്കേജ് 35,900. വെറും 16,900 ഈ കാണുന്ന 6 സീറ്റർ കോർണർ സോഫ. 1 ലക്ഷം രൂപ വില വരുന്ന ഈ പ്രീമിയം സോഫയ്ക്ക് വെറും 47,000 രൂപ. ഈ കാണുന്ന പ്രീമിയം പോക്കറ്റ് സ്പ്രിംഗ് സോഫ വെറും 35,500. 85,000 റേഞ്ചിൽ വരുന്ന ഈ കോർണർ സോഫയ്ക്ക് വെറും 35,000. ഈ കാണുന്ന 3+1 സോഫാസിന് വെറും 29,900. ഈ ഓഫർ എല്ലാം ഒലിവ് ഫർണിച്ചറിന്റെ എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ്. ഓഫർ ആരും മിസ്സാക്കണ്ട. തൊടുപുഴയുള്ള നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് മൂവാറ്റുപുഴ തൊടുപുഴ റൂട്ടിൽ മൈത്രി മോട്ടോഴ്സിന് എതിർവശം ഒലിവ് ഫർണിച്ചർ. ഇപ്പോൾ നിങ്ങളെ അലട്ടുന്ന പ്രശ്നം എന്താണ്? മുടി കൊഴിച്ചിലാണോ? എന്നാൽ അതിന് ഒരു ഉത്തമ പരിഹാരമാണ് മദർ മേരി ഹെർബൽ ഹെയർ ഓയിൽ ആൻഡ് ആയുർവേദിക് ഷാംപൂ. മുടി കൊഴിച്ചിൽ, അകാലനര തുടങ്ങിയ മുടി സംബന്ധമായ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം മദർ മേരി ഹെർബൽ ഹെയർ ഓയിൽ ആൻഡ് ആയുർവേദിക് ഷാംപൂ. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. വാർത്തകൾ തുടരുന്നു. വാഗമണിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ആക്രമണം. വാഹനത്തിന് സൈഡ് നൽകുന്നത് സംബന്ധിച്ചുണ്ടായ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് തൊടുപുഴ സ്വദേശി അജിയെയും സുഹൃത്തുക്കളെയും ടൂറിസ്റ്റ് ബസ് ഡ്രൈവറും സഹായിയും ചേർന്ന് മർദ്ദിച്ചത്. തുടർന്ന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രതികളായ ഏലപ്പാറ സ്വദേശിയും കണ്ണകി എന്ന ടൂറിസ്റ്റ് ബസിന്റെ ഡ്രൈവറുമായ സന്തോഷിനും സഹായിക്കുമെതിരെ പോലീസ് കേസെടുത്തു. ഞായറാഴ്ച വാഗമൺ അഡ്വഞ്ചർ പാർക്കിന് സമീപം വെച്ചാണ് കാർ യാത്രക്കാരായ തൊടുപുഴ സ്വദേശി അജിയെയും സുഹൃത്തുക്കളെയും ടൂറിസ്റ്റ് ബസ് ഡ്രൈവറും സഹായിയും ചേർന്ന് മർദ്ദിച്ചത്. വാഹനത്തിന് സൈഡ് നൽകുന്നത് സംബന്ധിച്ചുണ്ടായ അഭിപ്രായ വ്യത്യാസമാണ് മർദ്ദനത്തിന് കാരണം. വാഗമൺ സന്ദർശിച്ച് മടങ്ങിയ അജിയെയും സുഹൃത്തുക്കളെയും ഏലപ്പാറ സ്വദേശിയും കണ്ണകി എന്ന ടൂറിസ്റ്റ് ബസിന്റെ ഡ്രൈവറുമായ സന്തോഷും സഹായിയും ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. തുടർന്ന് അജിയും സുഹൃത്തുക്കളും വാഗമൺ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ ഡ്രൈവറെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ അന്വേഷിക്കുകയും കുറ്റക്കാരനെന്ന് ബോധ്യപ്പെട്ടതിനാൽ നിയമ നടപടികൾ സ്വീകരിക്കുകയും കേസെടുക്കുകയും ചെയ്തു. എന്നാൽ മർദ്ദനമേറ്റ അജിക്ക് ഒരു ദിവസത്തിന് ശേഷം ശാരീരിക അസ്വാസ്ഥ്യമുണ്ടായി. ഉടൻ തന്നെ തൊടുപുഴയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇപ്പോൾ ചികിത്സ തുടരുകയാണ്. സമീപകാലത്ത് ഇടുക്കി ജില്ലയിലെ ടൂറിസം സെന്ററുകളിൽ യാത്രക്കാരോട് അപമര്യാദയായി പെരുമാറുകയും മർദ്ദിക്കുകയും ചെയ്യുന്ന സംഭവം കൂടിവരികയാണ്. ഇത്തരത്തിൽ സാമൂഹ്യവിരുദ്ധരുടെ ശല്യം കൂടിവരുന്ന സാഹചര്യത്തിൽ ബന്ധപ്പെട്ട അധികാരികൾ ഉണർന്നു പ്രവർത്തിച്ച ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും സഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്യണമെന്നുമാണ് യാത്രക്കാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. UDFിന് പീരുമേട് മണ്ഡലം തിരിച്ചുപിടിക്കുവാൻ അഡ്വക്കേറ്റ് സിറിയക് തോമസ്. AICC സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് മുൻപിൽ ഒറ്റപ്പേര് മാത്രമാണ് എത്തിയത്. വിജയസാധ്യത മാത്രം മാനദണ്ഡമാക്കി നടത്തിയ കനകേലു സർവേയിലും പ്രാഥമിക പരിശോധനകളിലും അഡ്വക്കേറ്റ് സിറിയക് തോമസിനാണ് മുൻതൂക്കം. UDFിന് പീരുമേട് തിരിച്ചുപിടിക്കുവാൻ അഡ്വക്കേറ്റ് സിറിയക് തോമസ്. AICC സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് മുമ്പിൽ ഒറ്റപ്പേര് മാത്രം, അത് അഡ്വക്കേറ്റ് സിറിയക് തോമസിന്റേതായിരുന്നു. വരുവാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പീരുമേട് മണ്ഡലം തിരിച്ചുപിടിക്കാൻ ഉറച്ച് കോൺഗ്രസ്. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ നിർണായഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ മധുസൂദനൻ മിസ്ത്രി ചെയർമാനായുള്ള AICC സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് മുൻപിൽ പീരുമേട് മണ്ഡലത്തിൽ നിന്നും അഡ്വക്കേറ്റ് സിറിയക് തോമസിന്റെ പേര് മാത്രമുള്ള ഏകാംഗ പട്ടികയാണ് സമർപ്പിച്ചിരിക്കുന്നത്. സർവേയിൽ മുൻതൂക്കം സിറിയക്കിന് മാത്രം. വിജയസാധ്യത മാത്രം
മാനദണ്ഡമാക്കി നടത്തിയ കനകേലു സർവേയിലും പ്രാഥമിക പരിശോധനയിലും അഡ്വക്കേറ്റ് സിറിയക് തോമസിനാണ് മുൻതൂക്കം ലഭിച്ചത്. അലോഷി സേവ്യർ, ജോസഫ് വാഴക്കൻ, റോയ് കെ പോലോസ് എന്നിവരുടെ പേരുകൾ നേരത്തെ പരിഗണനയിൽ വന്നിരുന്നെങ്കിലും മണ്ഡലത്തിന് പുറത്തുനിന്നുള്ളവർ സ്ഥാനാർത്ഥികളായാൽ തിരിച്ചടി ഉണ്ടാകുമെന്ന വിലയിരുത്തലിലാണ് പ്രാദേശിക നേതാവായ അഡ്വക്കേറ്റ് സിറിയക് തോമസിലേക്ക് പാർട്ടി എത്തിയത്. മണ്ഡലത്തിലെ സ്വീകാര്യത, തോട്ടം മേഖലയിലെ ശക്തമായ സാന്നിധ്യവും മണ്ഡലത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുമായുള്ള അടുത്ത ബന്ധവുമാണ് അഡ്വക്കേറ്റ് സിറിയക് തോമസിന് തുണയായത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തുടനീളം UDFന് കനത്ത തിരിച്ചടി നേരിട്ടപ്പോൾ പീരുമേട്ടിൽ സിറിയക് തോമസ് പൊരുതിത്തോറ്റത് വെറും 314 വോട്ടുകൾക്കായിരുന്നു. ഇത്തവണ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ളവർ സിറിയക്കിനായി ഒറ്റക്കെട്ടായി രംഗത്തുമുണ്ട്. വിജയസാധ്യതയ്ക്ക് മുൻഗണന ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കും വ്യക്തി താൽപര്യങ്ങൾക്കും ഉപരിയായി വിജയസാധ്യത എന്ന ഘടകത്തിൽ മാത്രം ഊന്നൽ നൽകിക്കൊണ്ടാണ് സ്ക്രീനിംഗ് കമ്മിറ്റി നടപടികൾ പൂർത്തിയാക്കുന്നത്. ഹൈക്കമാൻഡിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം കൂടി വരുന്നതോടെ മണ്ഡലത്തിൽ അഡ്വക്കേറ്റ് സിറിയക് തോമസ് പ്രചാരണം ശക്തമാക്കും. BBC ന്യൂസ്. മസ്കറ്റിലെ കെട്ടിടത്തിൽ നിന്ന് വീണ് മരിച്ച മലയാളി വിദ്യാർത്ഥി ബേസിലിന് ജന്മനാടിന്റെ യാത്രാമൊഴി. വണപ്പുറം ദർഭത്തൊട്ടി മേക്കാട്ടിൽ ബിനുവിന്റെയും ബിന്ദു ജോർജിന്റെയും മകൻ ബേസിൽ ജോർജിന്റെ സംസ്കാരം അമേപ്ര സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ നടന്നു. ജീവിതത്തിന്റെ വിവിധ തുറയിൽപ്പെട്ടവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. മസ്കറ്റിലെ വാദി കബീറിലെ അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിൽ നിന്നാണ് വിദ്യാർത്ഥി വീണത്. വാദി കബീർ ഇന്ത്യൻ സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു ബേസിൽ. സഹോദരി ആൽബീന ജോർജ്. നിനക്ക് സമാധാനം, ശുദ്ധവെള്ളാനിയാർക്ക് വേണ്ടി എപ്പോഴെപ്പോൾ ജനവന്റെ സമയത്തും പ്രാണമപേക്ഷിക്കണമേ. ആമേൻ. കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹാലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. മുൻ പഞ്ചായത്ത് മെമ്പറുടെ വീട് കുത്തിത്തുറന്ന് മോഷണം. കരിമണ്ണൂർ പഞ്ചായത്ത് മുൻ മെമ്പർ ബിബിൻ അഗസ്റ്റിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. ഞായറാഴ്ച രാത്രി 7-നും 10-നും ഇടയിലാണ് സംഭവം നടന്നത്. തോമൻകുത്ത് പള്ളി പെരുന്നാളിന് എല്ലാവരും പോയ സമയത്താണ് മോഷണം നടന്നത്. കരിമണ്ണൂർ മുൻ പഞ്ചായത്ത് അംഗം കല്ലിടുക്കിൽ ബിബിൻ അഗസ്റ്റിന്റെ വീട് കുത്തിത്തുറന്ന് മോഷണം. അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന 6000 രൂപ മോഷണം പോയി. അലമാരിയിൽ ഉണ്ടായിരുന്ന ആഭരണങ്ങൾ മോഷ്ടിച്ചെങ്കിലും ഇവ റോൾഡ് ഗോൾഡ് ആയിരുന്നു. വീട്ടിൽ ഉള്ളവരെല്ലാം ഞായറാഴ്ച തൊമ്മൻകുത്ത് സെന്റ് തോമസ് പള്ളി പെരുന്നാളിന് പോയിരുന്ന സമയത്താണ് മോഷണം. പള്ളിയിൽ തിരുനാളിനോടനുബന്ധിച്ച് നാടകമുണ്ടായിരുന്നു. ഇത് കണ്ടതിന് ശേഷം രാത്രി 10-ന് മടങ്ങിയെത്തിയപ്പോഴാണ് വീട് കുത്തി തുറന്നതായി കണ്ടത്. കോടാലിയും പാരയും ഉപയോഗിച്ച് കതക് പൊളിച്ച് അകത്ത് കയറിയ മോഷ്ടാവ് വീട്ടിലെ അലമാരകളെല്ലാം കുത്തി തുറന്നു. വീട് ആകെ അലങ്കോലമാക്കുകയും ചെയ്തു. കരിമണ്ണൂർ പോലീസിന്റെയും ഫിംഗർ പ്രിന്റ് വിദഗ്ധരുടെയും നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വെള്ളക്കാട് ഉടമകൾക്ക് പ്രതിമാസം 10 കിലോ അരിയെങ്കിലും നൽകണമെന്ന് AKRRDA സംസ്ഥാന പ്രസിഡന്റും മുൻ MLAയുമായ അഡ്വക്കേറ്റ് ജോണി നെല്ലൂർ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാരിന് കേരളത്തെ പൂർണ്ണമായും അവഗണിക്കുന്ന സമീപനമാണെന്നും മുൻ വർഷങ്ങളിൽ നിന്നും മാറ്റമില്ലാതെയാണ് ഇത്തവണത്തെയും കേന്ദ്ര ബജറ്റെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇടുക്കി കഞ്ഞിക്കുഴിയിലെ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ മുടങ്ങിക്കിടക്കുന്ന കിടത്തി ചികിത്സ ഫെബ്രുവരി 15 മുതൽ പുനരാരംഭിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ അറിയിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ശുചീകരണ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളോട് പിണറായി സർക്കാർ കാട്ടുന്ന വിവേചനം അവസാനിപ്പിക്കണമെന്ന് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അശോകൻ. തീർത്ഥാടന കേന്ദ്രമായ കാളിയാർ സെന്റ് റീത്താസ് ഫൊറോന പള്ളിയിൽ ഇടവക മധ്യസ്ഥയായ വിശുദ്ധ റീത്തായുടെയും ധീരരക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിന് കൊടിയേറി. ഫെബ്രുവരി 8 വരെയാണ് തിരുനാൾ ആഘോഷം നടക്കുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.